ഭാരതപ്പുഴ പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ പിറന്ന് മലബാറിൻ്റെ ജീവനാഡിയായവൾ ഇന്ന് ശാന്തമായി ഒഴുകുകയാണ്. നിളയെന്നും പേരാറെന്നും ദക്ഷിണഗംഗയെന്നും കൂടി പേരുള്ള പുണ്യനദി. ഈ നദിയുടെ തീരത്താണ് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ഈറ്റില്ലമായിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. മാമാങ്കത്തിൻ്റെ തിരുനാവായ, വള്ളുവക്കോനാതിരിയുടെയും സാമൂതിരിയുടെയും തിരുനാവായ, താമരപ്പൂക്കളുടെ തിരുനാവായ, എല്ലാറ്റിനുമുപരി നാവാമുകുന്ദൻ്റെ തിരുനാവായ. മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയോടൊപ്പം നാവാമുകുന്ദനായി ഇവിടെ പരിലസിക്കുന്നു. ആഴ്വാന്മാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യ വൈഷ്ണവ തിരുപ്പതികളിൽ കേരളത്തിലുള്ള 13 ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. കൊടിയ വൈഷ്ണവ ഭക്തനായിരുന്ന നമ്മാൾവാർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് 5000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ശ്രാദ്ധകർമ്മങ്ങൾക്ക് പേരുകേട്ട സ്ഥലം കൂടിയാണ് തിരുനാവായ. പരേതാത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ആയിരങ്ങളാണ് വർഷം തോറും തിരുനാവായയുടെ കടവുകളിൽ ബലിതർപ്പണം നടത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ മാമാങ്കം കൊണ്ടാടിയ ഭൂമി. ആത്മീയ സാഫല്യത്തിൻ്റെ മൂർത്തിഭാവമായ നാവാമുകുന്ദൻ കുടികൊള്ളുന്ന തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഐതിഹ്യഭൂമി. ചരിത്രവും ഐതിഹ്യവുമായി ഇഴപിരിയാനാവാത്ത വിധം നിലകൊള്ളുന്ന തിരുനാവായയിലെ അത്ഭുത കഥകളെപ്പറ്റി ഈ അധ്യായത്തിലൂടെ അറിയാം. നാവാമുകുന്ദൻ്റെ സമക്ഷമെത്തുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് ഭാരതപ്പുഴയുടെ വശ്യതയാർന്ന കാഴ്ചകളാണ്. ഓരോ നിമിഷവും നമ്മെ തഴുകുന്ന കുളിർതെന്നലും അകമ്പടിയായി ഒഴുകുന്ന കുഞ്ഞോളങ്ങളും മേളമിടുന്ന അരയാലിലകളും ചേർന്ന് നാവാമുകുന്ദൻ്റെ ചൈതന്യം ഇവിടെ പ്രപഞ്ചത്തിന് തന്നെ നാദമായി നിലകൊള്ളുന്നതായി നമുക്ക് തോന്നാം. കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനു മുന്നിലായി ചെങ്കല്ലുകൊണ്ട് അരകെട്ടിയ മനോഹരമായ അരയാലുണ്ട്. അതിനു സമീപത്തായി തന്നെ 9 തട്ടുകളോടുകൂടിയ കൂർമ്മപീഠത്തിൽ ഉറപ്പിച്ച ഗരുഡവിളക്കും കാണാം. താരതമ്യേന വലിയ പടിപ്പുരയും തടിയിൽ തീർത്ത വാതിലും കടന്ന് നമുക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ സമാന്തരമായി നിലകൊള്ളുന്ന 2 കൽവിളക്കുകളും അതിനു പിറകിൽ ചെമ്പുപാളികൾ പൊതിഞ്ഞ ധ്വജവും നമുക്ക് കാണാൻ സാധിക്കും. അതിനും പിന്നിലായി വലിയ ബലിക്കല്ല് കാണാം. ധ്വജത്തോട് ചേർന്ന് വെളിയിലായാണ് ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ മുകളിലായി നീല നിറമണിഞ്ഞ ദാരുശില്പങ്ങൾ വളരെ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. വിശാലമായ വലിയമ്പലം കടന്ന് ശ്രീലകത്തെത്തുമ്പോൾ കാണുന്നത് ദ്വിതല എടുപ്പുകളോടുകൂടിയ ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ്. ശ്രീകോവിലിന് മധ്യത്തായി 4 അടി ഉയരമുള്ള ശംഖുചക്ര ഗദാപത്മമണിഞ്ഞ് ചതുർബാഹുവായ ഭഗവാന്റെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി നമുക്ക് കാണാം. വൈഷ്ണവ ചൈതന്യത്തിൻ്റെ മൂർത്തിരൂപത്തിൽ ഭഗവാൻ നമ്മിലേക്ക് പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നു. ശ്രീ വാഴുന്ന നാവാമുകുന്ദൻ്റെ ഉൽപ്പത്തി പുരാണം നവയോഗികളുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ അംശാവതാരമാണെന്ന് കരുതുന്ന അയോധ്യയിലെ രാജാവായിരുന്ന ഋഷഭ മഹാരാജാവിന് ജയന്തി എന്ന പത്നിയിൽ 9 പുത്രന്മാർ ജനിച്ചു. കവി, ഹരി, അംബരീക്ഷൻ, പ്രബുദ്ധൻ, തിപ്പലായനൻ, ആവിർഭുദ്രൻ, ഭൂമിളൻ, ചമസൻ, കരഭാജൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഭക്തിവിശ്വാസങ്ങളിൽ ഏറെ താൽപ്പര്യമുണ്ടായിരുന്ന അവർ ഒരിക്കൽ നേപ്പാളിലെ ഗണ്ഡകി നദിയുടെ തീരത്ത് പ്രാർത്ഥനകളുമായി ചെന്നപ്പോൾ സാളഗ്രാമങ്ങൾ ലഭിക്കുകയുണ്ടായി. വൈഷ്ണവ ചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ശിലകളാണ് സാളഗ്രാമങ്ങൾ. 9 പേർക്കും വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന 9 സാളഗ്രാമങ്ങൾ ലഭിച്ചു. ഉചിതമായ സ്ഥലത്ത് ഇവയെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ച അവർ ഭാരതപ്പുഴയുടെ വടക്കേ തീരത്ത് വന്നെത്തി. പുഴയുടെ തീരത്ത് ധാരാളം അരയാൽ വൃക്ഷങ്ങൾ കണ്ടപ്പോൾ ഇതാണ് ഉചിതമായ സ്ഥലമെന്ന് മനസ്സിലാക്കി ജ്യേഷ്ഠനായ കവി ആദ്യത്തെ സാളഗ്രാമം പ്രതിഷ്ഠിച്ചു. എന്നാൽ ഈ സാളഗ്രാമം അന്തർധാനം ചെയ്തതായി കണ്ട് അടുത്തയാൾ തൻ്റെ കയ്യിലുള്ള സാളഗ്രാമം പ്രതിഷ്ഠിച്ചു. എന്നാൽ അവയോരോന്നും ഇത്തരത്തിൽ അന്തർധാനം ചെയ്യുകയാണുണ്ടായത്. കൃത്യമായ ചിട്ടകളില്ലാതെ പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്തതാണ് അവ അന്തർധാനം ചെയ്യാൻ കാരണമായതെന്ന് കരുതുന്നു. പ്രതിഷ്ഠാകർമ്മത്തിന് അഭിഷേകം, അർച്ചന, നിവേദ്യം, ദീപം എന്നിവ നിർബന്ധമാണ്. ഇത് മനസ്സിലാക്കിയ കരഭാജൻ നിളാനദിയിലെ ജലം കൊണ്ട് അഭിഷേകവും
താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തി പാൽപ്പായസം നേദിച്ച് നെയ്വിളക്ക് കത്തിച്ചാണ് പ്രതിഷ്ഠാകർമ്മം ചെയ്തത്. ഇത് ശ്രീകോവിലിൽ ഉറച്ചു. അങ്ങനെ നവയോഗികൾ ഈ ക്ഷേത്രോൽപ്പത്തിക്ക് കാരണഭൂതരായി. ഇന്നും അഭിഷേകത്തിനും നേദ്യത്തിനും ഉപയോഗിക്കുന്നത് ഭാരതപ്പുഴയിലെ ജലമാണ്. താമരമാലയും നെയ്വിളക്കും പാൽപ്പായസവും പ്രധാന വഴിപാടുകളായി ഇന്നും തുടരുന്നു. നവയോഗികൾക്ക് മഹാവിഷ്ണു ഇവിടെ ദർശനം നൽകിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. ധാരാളം യാഗങ്ങൾ നടത്തി ശക്തിയാർജിച്ച നവയോഗികളുടെ സാമീപ്യം സ്ഥലനാമത്തിനുള്ള കാരണമായി കരുതുന്നു. തിരുനവയോഗി എന്ന സ്ഥലനാമം ലോപിച്ചാണ് പിൽക്കാലത്ത് തിരുനാവായ എന്നായി മാറിയത്. കരിങ്കല്ലിൽ തീർത്ത ഉപപീഠത്തോടു കൂടിയ ഉയരമുള്ള അടിസ്ഥാനത്തിലാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത്. അതിനു മുകളിലായി ചെങ്കനിലാൽ പടുത്ത ശ്രീകോവിലിൽ കുമ്മായം കൊണ്ട് അലങ്കാരങ്ങൾ തീർത്തിരിക്കുന്നു. 2 തട്ടിലായി ഉയർത്തിയാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. അലങ്കരിച്ചിരുന്ന ഘനദ്വാരങ്ങളും ശില്പസൗഭാഗ്യം തികഞ്ഞ പഞ്ചാരങ്ങളും ശ്രീകോവിലിനെ കമനീയമാക്കുന്നു. 1-ാം നിലയുടെ പുറത്തേക്കുള്ള ഇറകളുടെ താഴെ താങ്ങുപലകകളിൽ പാശുപതാസ്ത്ര കഥയിലെ കാഴ്ചകളെ ആസ്പദമാക്കിയുള്ള മനോഹരമായ ശില്പങ്ങൾ കാണാം. 2-ാം നിലയിലെ താങ്ങുപലകകളിൽ ദശാവതാരങ്ങളും ഋഷിമാരുടെ രൂപങ്ങളും ഇടകലർത്തി നിർമ്മിച്ചിരിക്കുന്നു. 2-ാം നിലയിൽ കിഴക്ക് ബ്രഹ്മാവിനെയും തെക്കുഭാഗത്ത് ദക്ഷിണാമൂർത്തിയെയും വടക്ക് ശാസ്താവിൻ്റെ ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ ഇരുവശവും സോപാനക്കല്ലുകൾ കാണാം. ശ്രീകോവിലിലെ പ്രവേശന കവാടവും പടികളും സ്വർണം പൂശിയിരിക്കുന്നു. സോപാനക്കല്ലുകളുടെ ഇരുവശത്തും കരിങ്കല്ലിൽ തീർത്ത സ്വർണം പൂശിയ ദ്വാരപാലകർ കാവൽ നിൽക്കുന്നു. ശ്രീകോവിലിന് പടിഞ്ഞാറ് വശത്തെ വാതിൽ തുറക്കാറില്ല. പടിഞ്ഞാറ് വാതിലും അതിനു മുന്നിൽ വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരു നന്ദിയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പതിവില്ലാത്ത കാഴ്ചയായി നിലകൊള്ളുന്നു. ഈ ശ്രീകോവിലിന് മാർക്കണ്ഡേയ പുരാണവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. പ്രാണഭിക്ഷയ്ക്കായി മാർക്കണ്ഡേയൻ ആദ്യം ഓടിയെത്തിയത് ഇവിടെ നാവാമുകുന്ദൻ്റെ അരികിലാണെന്നാണ് വിശ്വാസം. തന്നെയല്ല അഭയം പ്രാപിക്കേണ്ടത് തൃപ്പങ്ങോട്ടപ്പനെയാണെന്ന് ഭഗവാൻ പറയുകയും അവിടേക്ക് പോകുവാൻ തൻ്റെ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു. മാർക്കണ്ഡേയൻ പോയ ഉടനെ വാതിൽ അടയുകയും ചെയ്തു. ശിവഭഗവാൻ കുടികൊള്ളുന്ന തൃപ്പങ്ങോട്ടേക്കുള്ള വഴി കാണിക്കാൻ വന്ന നന്ദിയാണ് ഇവിടെ പ്രതിഷ്ഠയായി സ്ഥിതി ചെയ്യുന്നതെന്നും നന്ദിയുടെ ചെവിയിൽ എന്തു പറഞ്ഞാലും തൃപ്പങ്ങോട്ടപ്പൻ കേൾക്കും എന്നുമാണ് വിശ്വാസം. പെരുന്തച്ചൻ്റെ കാലത്ത് അദ്ദേഹവും വളരെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി ചരിത്രരേഖകളനുസരിച്ച് പറയപ്പെടുന്നു. വടക്കുഭാഗത്ത് ശ്രീകോവിലിനൊരു ചെരിവുള്ളതായി കണ്ടെത്തിയ പെരുന്തച്ചൻ പരിഹാരമായി ഒരു ഉളി അടിച്ചു കയറ്റി ചെരിവ് നികത്തി. ആ ഉളിയുടെ ഒരു ഭാഗം അടിസ്ഥാനത്തിൻ്റെ ഗളത്തിന് താഴെ ഒരു വിടവിലൂടെ ഇന്നും കാണാം. കൂടാതെ ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ മാറി ഇടക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ കുത്തുകല്ലും പെരുന്തച്ചനുമായി ബന്ധപ്പെട്ട് ഒരു കഥ പറയുന്നുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്ത് കത്തിച്ചു വച്ചിരുന്ന കെടാവിളക്ക് കെട്ടുപോവാതെ കാറ്റിൻ്റെ ദിശ മാറ്റാൻ പെരുന്തച്ചൻ സ്ഥാപിച്ചതാണ് എന്നും പറയപ്പെടുന്നു. ആദി ഗണേശനും വരദാഭയ മുദ്രകളോടെ ഭഗവാന്റെ വാമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി ദേവിയുമാണ് ഇവിടുത്തെ ഉപദേവതമാർ. തെക്ക് പടിഞ്ഞാറെ നിവേദ്യകോണിലാണ് ആദി ഗണേശ പ്രതിഷ്ഠ. ആദി ഗണേശനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കാരണമായ ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന് നിദാനമായ ഒരു ഐതിഹ്യ കഥയുണ്ട്. വിഷ്ണുഭക്തനായിരുന്ന ആദി ഗണേശൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് നിളയിൽ സ്നാനം ചെയ്ത് അടുത്തുള്ള താമരപ്പൊയ്കയിൽ നിന്നാണ് നാവാമുകുന്ദന് ഏറ്റവും പ്രിയപ്പെട്ട താമരപ്പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് നിത്യവും വിഗ്രഹത്തിൽ അർച്ചന നടത്തിയിരുന്നു. ഒരു അക്ഷയ തൃതീയ നാളിൽ ആദി ഗണേശന് താമരപ്പൂക്കളൊന്നും തന്നെ ലഭിച്ചില്ല. ഇതിൽ വിഷമഭരിതനായ ഗണേശൻ മുകുന്ദനോട് പരാതി പറയാൻ ചെന്നപ്പോൾ വിഗ്രഹം താമരപ്പൂക്കളാൽ മൂടിയിരിക്കുന്നതായി കണ്ടു. തനിക്ക് മുൻപ് ആരോ താമരപ്പൂക്കൾ പറിച്ച് അർച്ചന നടത്തിയതായി മനസ്സിലാക്കിയ ആദി ഗണേശൻ അതിൽ മനംനൊന്ത് മുകുന്ദപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. തൻ്റെ ദുർവിധിക്ക് കാരണം എന്താണ് എന്നും അത് പരിഹരിക്കാൻ തന്നോട് കനിവുണ്ടാകണമെന്നും വിലപിച്ചുകൊണ്ട് മനമുരുകി പ്രാർത്ഥിച്ച ആദി ഗണേശന് മുന്നിൽ നാവാമുകുന്ദൻ പ്രത്യക്ഷനായി. ആദി ഗണേശൻ എത്തും മുൻപേ താമരപ്പൂക്കൾ ശേഖരിച്ച് തനിക്കർപ്പിച്ചത് മഹാലക്ഷ്മിയാണെന്നും ഭക്തനോടുള്ള തൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കണ്ട് അതിൽ അസൂയ പൂണ്ട ദേവി തനിക്കും ആ സ്നേഹം നേടിയെടുക്കണമെന്ന ആഗ്രഹത്താലാണ് അങ്ങനെ ചെയ്തതെന്നും ഭഗവാൻ അരുൾ ചെയ്തു. അർച്ചന നടത്താൻ അടിയന് താമരപ്പൂക്കൾ ലഭിക്കാതെ വരല്ലേ എന്ന ആദി ഗണേശന്റെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു. മേലിൽ ശ്രീഗണേശന് നിർവിഘ്നം താമരപ്പൂക്കൾ ലഭിക്കുമെന്ന് അനുഗ്രഹിക്കുകയും
ശ്രീ മഹാലക്ഷ്മിയെ തൻ്റെ വാമഭാഗത്ത് കുടിയിരുത്തിയെന്നുമാണ് സങ്കല്പം. ഇത്തരത്തിൽ വാമഭാഗത്ത് ശ്രീലക്ഷ്മിയെ കുടിയിരുത്തിയ വൈഷ്ണവ ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണ്. ലക്ഷ്മി ദേവിയുടെ പ്രഭാവം കൊണ്ട് തിരുനാവായ ദേശം സമ്പൽ സമൃദ്ധമായി തീർന്നു. അത് ദേശവാസികൾക്ക് തെല്ലഹങ്കാരത്തിനും കാരണമായി. ഒരിക്കൽ ശങ്കരാചാര്യർ ഈ ഗ്രാമത്തിലെത്തുകയുണ്ടായി. മണ്ണിനടിയിൽ സാളഗ്രാമങ്ങളുടെ സാന്നിധ്യം ശങ്കരാചാര്യർ തൻ്റെ ഉൾക്കണ്ണുകളാൽ മനസ്സിലാക്കുകയും പവിത്രമായ ഈ മണ്ണിനെ ചവിട്ടാൻ മടിച്ച അദ്ദേഹം മുട്ടിലഴഞ്ഞുമാണ് പ്രദക്ഷിണം നടത്തിയതെന്നും പറയുന്നു. ശങ്കരാചാര്യരുടെ ഈ പ്രവൃത്തി കണ്ട് സ്ഥലവാസികളായ പ്രമാണിമാർ അദ്ദേഹത്തെ പരിഹസിച്ചു. വരമുദ്രയോടെ വാഴുന്ന മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്താലാണ് സ്ഥലവാസികൾ പ്രമാണിമാരായതും അഹങ്കാരികളായതുമെന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ ദേവിയുടെ വലതു കൈക്ക് ഒരു തട്ടുകൊടുത്തു എന്നും അതോടെ ആ കൈ താഴേക്ക് തിരിഞ്ഞ് വരമുദ്ര അല്ലാതായി എന്നും വിശ്വാസമുണ്ട്. ലക്ഷ്മി ദേവിയും തൊഴുത് ചുറ്റമ്പലത്തിനുള്ളിൽ വെളിയിലെത്തുമ്പോൾ വടക്ക് കിഴക്കായി ഒരു ശാസ്താക്ഷേത്രം കാണാം. നിളാനദിക്കക്കരെയുള്ള ചെറുതിരുനാവായിയിലെ വാസുദേവപുരം ക്ഷേത്രത്തിൽ വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച ഉപദേവനായ ശാസ്താവിനെ ഇവിടെ പുനഃപ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. നിത്യപൂജകളും ഭഗവാന് പതിവുണ്ട്. വേദങ്ങളുടെ ശ്രോതാവ് എന്ന സങ്കല്പത്തിലുള്ള ശാസ്താപ്രതിഷ്ഠയാണിവിടെ. ശ്രാദ്ധകർമ്മങ്ങൾക്ക് പേരുകെട്ട സ്ഥലം കൂടിയാണ് തിരുനാവായ. പിതൃദേവകൾക്ക് ജലതർപ്പണം ചെയ്യാൻ അനേകരാണ് തിരുനാവായയിലെത്തുന്നത്. എല്ലാ ആത്മാക്കളെയും വിഷ്ണുപാദത്തിൽ എത്തിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ശാന്തസ്വരൂപിണിയായി ഭാരതപ്പുഴ ഒഴുകുന്നു. ബലിതർപ്പണത്തിന് പരശുരാമനുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. 21 തവണ ക്ഷത്രിയ നിഗ്രഹം നടത്തിയ പരശുരാമൻ മോക്ഷപ്രാപ്തിക്കായി കർക്കിടകത്തിലെ അമാവാസി നാളിൽ വ്രതശുദ്ധിയോടെ പുണ്യനിളയിൽ ബലിതർപ്പണം നടത്തുകയും ഗതി കിട്ടാതെ അലഞ്ഞ ആത്മാക്കൾക്ക് മോക്ഷമേകുകയും ചെയ്തു അത്രേ. അന്നു മുതലാണ് തിരുനാവായ ശ്രാദ്ധകർമ്മങ്ങൾക്ക് ഏറെ ഖ്യാതി നേടിയതെന്നും വിശ്വസിക്കുന്നു. പരശുരാമൻ ബലികർമ്മങ്ങൾക്കായി ഇവിടം തന്നെ തിരഞ്ഞെടുക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. തിരുനാവായ ഒരു ത്രിമൂർത്തി സംഗമ സ്ഥാനമാണ്. ഭാരതപ്പുഴയ്ക്കക്കരെ ചെറുതിരുനാവായിലെ തവനൂരിൽ ബ്രഹ്മാവിൻ്റെ അത്യപൂർവമായ ക്ഷേത്രവും പടിഞ്ഞാറ് മാറി ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. പണ്ട് ശ്രാദ്ധകർമ്മങ്ങൾ എന്നത് ശിവനെ സാക്ഷി നിർത്തി ബ്രഹ്മസന്നിധിയിൽ ബലിയിട്ട് നാവാമുകുന്ദന് അർപ്പിക്കുന്ന ചടങ്ങായിരുന്നു. അതിനാൽ തിരുനാവായിക്ക് ദക്ഷിണകാശി എന്ന അപരനാമവും കൈവന്നു. ഇന്ന് 14ഓളം കർമ്മിമാർ വിശേഷ ദിവസങ്ങളിൽ തിരുനാവായയിൽ ശ്രാദ്ധകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ചരിത്ര പ്രാധാന്യമേറിയ മാമാങ്കം എന്ന മാഘമകം നടന്ന ദേശം കൂടിയാണ് തിരുനാവായ. മാഘമാസത്തിലെ മകം നാളിൽ അരങ്ങേറുന്ന ഉത്സവമായിരുന്നു മാമാങ്കം അഥവാ മാഘമകം. ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് പ്രാദേശിക ഭരണം നടത്തിയിരുന്ന വെട്ടത്ത് രാജാവിനായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല. പെരുമാൾ കാലത്ത് ഓരോ വർഷം കൂടുമ്പോഴും സാമന്ത രാജാക്കന്മാർ ഇവിടെ ഒത്തുകൂടി ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തു വന്നു. അതാണ് പിന്നീട് മാമാങ്ക മഹോത്സവമായി മാറിയത്. ഈ നാളുകളിൽ ഭാരതപ്പുഴയ്ക്ക് ആരതി നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഉത്സവത്തിൻ്റെ രക്ഷാധികാരിയാവുക എന്നത് ആഭിജാത്യം തുളുമുന്ന ഒരു പദവിയായിരുന്നു. അതിനെ ചൊല്ലി വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിൽ അതിഘോരമായ ഒരു യുദ്ധമുണ്ടാവുകയും അവസാനം സാമൂതിരി മാമാങ്കത്തിൻ്റെയും ക്ഷേത്ര ചുമതലകളുടെയും അധികാരിയാവുകയും ചെയ്തു. പിന്നീട് 12 വർഷങ്ങൾ കൂടുമ്പോൾ എന്ന രീതിയിൽ മാമാങ്കം എന്നത് രക്തപങ്കിലമായ ഒരു ഉത്സവമായി മാറി. സാമൂതിരിയോട് പരാജയപ്പെട്ട വള്ളുവക്കോനാതിരിയുടെ സൈന്യം 12 വർഷങ്ങൾ കൂടുമ്പോൾ ചാവേറുകളെ അയച്ച് അധ്യക്ഷ സ്ഥാനത്തിനായി യുദ്ധം ചെയ്തു. പിൽക്കാലത്ത് ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പുകളിൽ നിണമൊഴുകുന്ന മഹാ ഉത്സവമായി മാമാങ്കം മാറി. ക്ഷേത്രത്തിനടുത്തായി തന്നെ പെരുന്തച്ചനാൽ നിർമ്മിതമായി എന്ന് കരുതുന്ന ഒരു മണ്ഡപം ഇന്നും കാണാം. പഴുക്കാമണ്ഡപം എന്നാണ് അതിനു പേര്. പണ്ട് മാമാങ്കം വീക്ഷിക്കുന്നതിന് ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ചിരുത്തിയിരുന്നു എന്നും അതല്ല സാമൂതിരി മാമാങ്കനാളിൽ ഇവിടെ ഇരുന്നാണ് ഉത്സവം വീക്ഷിച്ചിരുന്നതെന്നും 2 പക്ഷമുണ്ട്. പഴുക്കാമണ്ഡപം കൂടാതെ മണിക്കിണർ, മരുന്നറ, നിലപാട് തറ, ചങ്ങമ്പള്ളിക്കളരി എന്നീ മാമാങ്ക സ്മാരകങ്ങൾ സമീപ പ്രദേശങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. മേടസംക്രമ മാസ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറി 10 ദിവസം കഴിഞ്ഞ് ആറാട്ടോടെ അവസാനിക്കുന്നതാണ് നാവാമുകുന്ദൻ്റെ ഉത്സവവിശേഷം. ഉത്സവത്തിന് 6 ദിവസം മുന്നേ ദ്രവ്യകലശവും മറ്റു വഴിപാടുകളും നടത്തുന്നു. അങ്ങനെ തിരുനാവായെപ്പറ്റിയും നാവാമുകുന്ദനെ പറ്റിയും പറയാനും അറിയാനും കഥകൾ ഇനി അനവധിയാണ്.
പ്രാചീന കേരളത്തിൻ്റെ മിടിപ്പുകൾ അനവധി ഏറ്റുവാങ്ങിയതാണ് തിരുനാവായയുടെ മണ്ണ്. ജി ശങ്കരക്കുറുപ്പ് എഴുതിയ പോലെ ഈ മണൽത്തിട്ടയിൽ ചവിട്ടുന്നതിനു മുന്നേ അതിനൊരു നമോഭാഗമേകുക. ഇവിടെ എത്തുമ്പോൾ കവിയുടെ ഇച്ഛ ഏതൊരാൾക്കും അർത്ഥവത്തായി തോന്നാം. അതിന് ഭാഗ്യമുണ്ടാവുക എന്നത് തന്നെ വലിയ പുണ്യമാണ്. സകലതിനും കർമ്മസാക്ഷിയാണ് നിള. തിരുനാവായയുടെ പഴമയ്ക്കും മാമാങ്കത്തിൻ്റെ പെരുമയ്ക്കും അമ്മയായി പാരമ്പര്യത്തിൻ്റെ നിറകുംഭം വേറുന്ന വള്ളുവനാടൻ ജനപദങ്ങളെ ഹരിതാഭമാക്കുന്ന ജലസാമീപ്യമായി എന്നും ഇതുവഴി നിള ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.